സിബിഐയുടെ പുതിയ മേധാവിയെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നതിന് 3 ദിവസങ്ങൾക്ക് മുൻപേ ഇടക്കാല മേധാവിയായ എം നാഗേശ്വര റാവു ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. തിങ്കളാഴ്ചയാണ് 20 ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി റാവു ഉത്തരവിട്ടത്. വ്യാഴാഴ്ചയാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുക. വിവരങ്ങൾ നൽകുവാനായി ഡൽഹിയിൽ നിന്നും ശരത് ചേരുന്നുണ്ട്. ശരത്, എന്താണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? സിബിഐയുടെ തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി നടന്നിരിക്കുകയാണ്. പുതിയ സിബിഐ ഡയറക്ടറെ തിരഞ്ഞെടുക്കാനുള്ള ഉന്നതാധികാര സമിതി യോഗം ചേരാൻ 3 ദിവസങ്ങൾ ബാക്കിയിരിക്കുകയാണ്. സിബിഐ അഴിച്ചുപണി, അതായത് ഇന്നലെയാണ് അഴിച്ചുപണി നടത്തിയിരിക്കുന്നത്. മറ്റന്നാൾ 24-ാം തീയതിയാണ് യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചത്. ഇടക്കാല ഡയറക്ടർ നാഗേശ്വര റാവു 20 പേരെയാണ് ഒറ്റയടിക്ക് ഒരേ ഒരു സെറ്റിൽ തന്നെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്ന ഉന്നതാധികാര സമിതി യോഗം ജനുവരി 24-നാണ് തീരുമാനിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച നടക്കുന്ന ഉന്നതാധികാര സമിതി യോഗത്തിൽ പ്രധാനമന്ത്രിക്ക് പുറമെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരാണ് മറ്റംഗങ്ങൾ. എന്നാൽ തിങ്കളാഴ്ച 20 പേരെ ഇടക്കാല ഡയറക്ടർ എം നാഗേശ്വര റാവു ഒന്നിച്ച് സ്ഥലം മാറ്റിയിരിക്കുകയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് മുങ്ങിയ നീരവ് മോദി, മെഹുൽ ചോക്സി എന്നിവരുടെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിട്ടുണ്ട്. മുംബൈയിലെ അഴിമതി വിരുദ്ധ വിഭാഗത്തിലേക്കാണ് കേസ് അന്വേഷിക്കുന്ന SK നായരെ മാറ്റിയിരിക്കുന്നത്. ഇദ്ദേഹത്തിന് പകരം ചെന്നൈയിൽ നിന്ന് SP റാങ്കുള്ള A ശരവണനെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇദ്ദേഹമായിരുന്നു തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ സ്റ്റെർലൈറ്റ് വേദാന്ത കമ്പനിക്ക് മുന്നിലുണ്ടായ വെടിവെപ്പ് കേസ് അന്വേഷിച്ചിരുന്നത്. 2G സ്പെക്ട്രം കേസ് അന്വേഷിക്കുന്ന വിവേക് പ്രിയദർശിയെയും മാറ്റിയിരിക്കുന്നു. അദ്ദേഹത്തെ ചണ്ഡീഗഡിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരാണ് പ്രധാനപ്പെട്ട പേർ. ബാക്കിയുള്ള 18ഓളം പേരെ തന്നെ വീണ്ടും മാറ്റിയിട്ടുണ്ട്. 20 പേരെയാണ് മൊത്തമായി തന്നെ ഈ പട്ടികയിൽ മാറ്റിയത്. ഇതിന് മുമ്പേ തന്നെ അലോക് വർമ്മയ്ക്കെതിരെ അനുകൂലമായ സുപ്രീം കോടതി വിധി ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അലോക് കുമാർ വർമ്മ തിരിച്ച് 48 മണിക്കൂർ ജോലിയിൽ പ്രവേശിച്ചിരുന്നു. ആ 48 മണിക്കൂറിൽ തന്നെ അദ്ദേഹം പല നടപടികളും കൈക്കൊണ്ടിരുന്നു. കാരണം കുറെ പേരെ സ്ഥലം മാറ്റിയ 13ഓളം പേരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ 13ഓളം പേരെ തിരിച്ചു വിളിച്ച എല്ലാ ഉത്തരവും പിൻവലിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ആഴ്ച എം നാഗേശ്വര റാവു നടപ്പിലാക്കിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ 20 പേരെ കൂടി സ്ഥലം മാറ്റുന്ന ഒരു ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ അലോക് വർമ്മ CBI ഡയറക്ടർ പദവിയിൽ തിരിച്ചെത്തിയപ്പോൾ CBI ഓഫീസർ AK ബസിയെ പോർട്ട് ബ്ലെയറിൽ നിന്ന് തിരിച്ച് ദില്ലിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഈ ഉത്തരവ് കഴിഞ്ഞ ആഴ്ച എം നാഗേശ്വര റാവു പിൻവലിച്ചു. അപ്പോൾ ഇതിനെതിരെ കഴിഞ്ഞ ദിവസം ഇന്നലെയായിരുന്നു AK ബസി സുപ്രീം കോടതി ഹർജി നൽകുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ എം നാഗേശ്വര റാവുവിനെ നിയമിച്ചതിനെതിരെ തന്നെ ഇപ്പോൾ സുപ്രീം കോടതിയെ പരിഗണന ഹർജിയുണ്ട്. ആ ഹർജി കഴിഞ്ഞ ദിവസം കോമൺ കോസ് ആണ് കഴിഞ്ഞ ആഴ്ച ഹർജി സമർപ്പിച്ചത്. അതായത് TB ഇടക്കാല ഡയറക്ടറെ നിയമിക്കേണ്ടത് പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയാണ്. എന്നാൽ നാഗേശ്വര റാവുവിനെ നിയമിച്ചത് അങ്ങനെയല്ലാത്തതിനാൽ നിയമനം റദ്ദാക്കണമെന്നാണ് കോമൺ കോസിന്റെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി ഇന്നലെയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ച സാഹചര്യത്തിൽ ഈ പറയുന്ന ഉന്നതാധികാരി സമിതി യോഗത്തിലെ മെമ്പറാണ് താൻ, അതിലെ അംഗമാണ് താൻ, അതുകൊണ്ട് താൻ ഈ ഹർജി പരിഗണിക്കുന്നത് ശരിയായ നടപടിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആ ഹർജിയിൽ നിന്ന് പിന്മാറിയിരുന്നു. തുടർന്ന് ആ ബെഞ്ച് മാറി തന്നെ AK സിക്രി, സുപ്രീം കോടതിയിലെ സീനിയോറിറ്റിയുള്ള രണ്ടാമത്തെ ജസ്റ്റിസ് ആയിരിക്കുന്ന AK സിക്രിയുടെ ബെഞ്ചിലേക്ക് ഈ ഹർജി മാറ്റിയിരുന്നു. അപ്പൊ ആ ഹർജി ജനുവരി 24-നാണ് പരിഗണിക്കാൻ വേണ്ടി പോകുന്നത്. 2 കാര്യങ്ങളാണ് ജനുവരി 24 നടക്കാൻ വേണ്ടി പോകുന്നത്. സുപ്രീം കോടതി എം നാഗേശ്വര റാവുവിനെതിരായ ഹർജിയും അതോടൊപ്പം തന്നെ പുതിയ CBI ഡയറക്ടർ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഉന്നതാധികാര സമിതി യോഗം 24-ാം തീയതി തന്നെ ജനുവരി 24-ാണ് വ്യാഴാഴ്ച നടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉള്ളതിന്റെ ഇടയ്ക്കാണ് 20 പേരെ ഒന്നിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥലം മാറ്റ ഉത്തരവ് എം നാഗേശ്വര റാവു ഇന്നലെയോട് കൂടി നടപ്പിലാക്കിയത്. എന്തായാലും ഈ വിഷയത്തിൽ തന്നെ AK ബസി ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. കാരണം അലോക് വർമ്മയ്ക്കെതിരായ കേസ് സുപ്രീം കോടതി ഉള്ള സമയത്ത് തന്നെ AK ബസി നിലവിൽ തന്നെ ആ വേറൊരു പെറ്റീഷൻ CBIയുടെ തലപ്പത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പെറ്റീഷൻ ഹർജി സുപ്രീം കോടതി സമർപ്പിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ തിരിച്ചു വന്നതിന് ശേഷം അലോക് വർമ്മ തിരിച്ച് അദ്ദേഹത്തെ പ്ലോട്ട് ബെയറിൽ നിന്ന് തിരിച്ച് ദില്ലിയിലേക്ക് തന്നെ കൊണ്ടുവന്നു. പക്ഷേ അതും പിന്നെയും പിൻവലിക്കുന്ന നടപടിയുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതി AK ബസി സമർപ്പിച്ച ഒരു ഹർജി സമർപ്പിച്ചത്. അപ്പൊ ഇങ്ങനെ തന്നെ CBIയുടെ തലപ്പത്ത് വലിയ രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല, അവസാനിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രി അധ്യക്ഷതയുള്ള യോഗത്തിൽ തന്നെ ജനുവരി 24-നുള്ള ലിസ്റ്റിൽ തന്നെ 17 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് കഴിഞ്ഞ ദിവസത്തോടെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. ആ 17 ദില്ലിയിൽ നിന്നും ഹരീഷ് ചേങ്ങാട്ടാണ് വിവരങ്ങൾ നൽകിയത്. വോട്ടിംഗ് മെഷീൻ ക്രമക്കേടിനെ കുറിച്ചുള്ള ഹാക്കറുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ BJP നേതാവ് ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്ത്. മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അനന്തരവനും NCP നേതാവുമായ ധനഞ്ജയ മുണ്ടെ ആവശ്യപ്പെട്ടു. എന്നാൽ അന്വേഷണ ആവശ്യം BJP തള്ളി. അപകടത്തെ തുടർന്ന് ഹൃദയാഘാതത്തിലാണ് ഗോപിനാഥ് മുണ്ടെ മരിച്ചതെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് 1 മാസം മാത്രമുള്ളപ്പോഴാണ് വോട്ടിംഗ് മെഷീൻ ഹാക്കിംഗ് ആരോപണം. 2014-ൽ BJP അധികാരത്തിലെത്താൻ EVM ക്രമക്കേടിന് നേതൃത്വം നൽകിയ കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടെ കൊല്ലപ്പെട്ടുവെന്ന് അമേരിക്കയിൽ രാഷ്ട്രീയ അഭയം തേടിയ സയ്യിദ് സുജ എന്ന ഹാക്കറുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ വാഗ്വാദത്തിനും തുടക്കമിട്ടിട്ടുണ്ട്. ഹാക്കറുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഗോപിനാഥ് മുണ്ടയുടെ മരണം അന്വേഷിക്കണമെന്ന് അനന്തരവനും NCP നേതാവുമായ ധനഞ്ജയ് മുണ്ടെ ആവശ്യപ്പെട്ടു. റോയോ സുപ്രീം കോടതി ജസ്റ്റിസോ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം.
2014 മെയ് 26 പഞ്ചായത്ത് രാജ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മുണ്ടേ ഒരാഴ്ച കഴിഞ്ഞ് ജൂൺ 3 ദില്ലിയിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ അന്വേഷണ ആവശ്യം BJP തള്ളി. വാഹനാപകടത്തെ തുടർന്ന് ഹൃദയാഘാതം മൂലമാണ് മുണ്ടേ മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ എയിംസിലെ ഡോക്ടർമാർ വ്യക്തമാക്കിയതാണെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. गोपीनाथ मुंडे दिल्ली में एक्सीडेंट हुआ था कार से, और सुधीर गुप्ता जो एम्स के डॉक्टर हैं जिन्होंने उनका पोस्टमार्टम किया, उन्होंने कल 1-2 टीवी चैनल्स पे कहा कि मैंने पोस्टमार्टम किया था और वो कार एक्सीडेंट के कारण उनके गर्दन में चोट लगी, उनकी डेथ हुई. तो ये हत्या कहां से बोल रहे हैं भाई? അതേസമയം ഗോപിനാഥ് മുണ്ടയുടെ മക്കൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. EVM ഹാക്കിംഗ് ആരോപണം രാജ്യത്തെ അപമാനിക്കാൻ കോൺഗ്രസ് കെട്ടിച്ചമച്ചതാണെന്നും BJP കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ഹാക്കിങ്ങിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങിപ്പോകണമെന്നും കോൺഗ്രസ് പറഞ്ഞു. VVPAT മെഷീനുകൾ എല്ലാ EVMകൾക്കൊപ്പം സ്ഥാപിച്ചു മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്താവൂ എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. എന്നാൽ ഹാക്കർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി ആരോപണം തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്തെന്ന് വെളിപ്പെടുത്തൽ നടത്തിയവർക്കെതിരെ കേസെടുത്തു. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദില്ലി പോലീസിന് നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ ലണ്ടനിൽ നടന്ന വാർത്താ സമ്മേളനമാണ് പരാതിക്ക് ആധാരം. ഇതുമായി ബന്ധപ്പെട്ട് സയ്യിദ് ഷുജ എന്ന് പറയുന്ന ഹാക്കർ സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുകയാണ് ചെയ്തിരിക്കുന്നത്. രാജ്യവിരുദ്ധമായ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. കാരണം സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. 2014 അതിനനുസൃതമായ തെരഞ്ഞെടുപ്പാണ് നടത്തിയത്. പക്ഷെ ഇപ്പോൾ സമൂഹത്തെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തുന്നു. ഇതിനെതിരെ നടപടിയെടുക്കണം. IPC 505 പ്രകാരം നടപടിയെടുക്കണം എന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത്. ഇത് പ്രകാരം 6 വർഷം വരെ തടവോ പിഴയോ ഈടാക്കാവുന്നതാണ്. എന്തായാലും ഈ പരാതി ലഭിച്ച ഉടൻ തന്നെ ഡൽഹി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷുജാ ഹുദയെ 1ാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തുടർ നടപടികൾ സ്വീകരിക്കും. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് വരെ ഡൽഹി പോലീസിനെ കടക്കാം. പക്ഷെ മറ്റൊരു രാജ്യത്താണ്. എന്തായാലും ഇന്നലെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നതാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നത്. ഒരു തരത്തിലുള്ള അട്ടിമറിയും ഉണ്ടായിട്ടില്ല എന്നറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരക്കിട്ട് ഡൽഹി പോലീസിന് ഒരു പരാതി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ കമ്മീഷൻ. ആദ്യഘട്ടമായി വിവിധ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ തേടുന്നുണ്ട്. അടുത്ത മാർച്ച് മാസത്തോടുകൂടി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു. അപ്പോഴാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര വേഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി പോലീസിന് പരാതി കൈമാറിയിരിക്കുന്നത്. വാർത്തകൾ തുടരുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ 3 സ്ട്രീമിലും സംവരണം നടപ്പാക്കുമെന്ന് മന്ത്രി AK ബാലൻ. ഇതിനായി ആവശ്യമെങ്കിൽ ചട്ടങ്ങളിൽ ഭേദഗതി കൊണ്ടുവരും. സാമ്പത്തിക സംഭരണത്തിൽ കേന്ദ്ര സീലിംഗ് അതുപോലെ നടപ്പാക്കില്ല. LDF-ൽ ചർച്ച ചെയ്ത് പരിധി തീരുമാനിക്കുമെന്നും നിയമമന്ത്രി വ്യക്തമാക്കി. RSSന്റെ വേദിയിൽ മാതാ അമൃതാനന്ദമയി പോകരുതായിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ആദ്യ സ്ട്രീമിൽ 50% സംവരണമുണ്ട്. 2ഉം 3ഉം സ്ട്രീമിൽ സംവരണമില്ലെന്നാണ് പ്രചരണം. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തെറ്റായ പ്രചരണമാണെന്നും സംവരണാനുകൂല്യം ലഭിക്കേണ്ടവർക്ക് ലഭിക്കുമെന്നും നിയമമന്ത്രി AK ബാലൻ വ്യക്തമാക്കി. 3 സ്ട്രീമിലും സംവരണം ഉണ്ടാവും. സംവരണത്തിൽ ഒരു കുറവും ഉണ്ടാകില്ല. അതിനാവശ്യമായിട്ടുള്ള ചട്ടത്തിൽ എന്തെങ്കിലും ഭേദഗതി വേണമെങ്കിൽ ഭേദഗതിയും വരുത്തും. മുന്നാക്ക സമുദായത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. എത്ര ശതമാനം നൽകണമെന്നതും ക്രീമി ലെയർ പരിധിയും LDF-ൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂളും KER-ഉം ഭേദഗതി വരുത്തിയാൽ മാത്രം മതി. ചട്ടത്തിന്റെ ഭേദഗതി മാത്രം മതി. പക്ഷെ അവരുടെ മാനദണ്ഡമായിരിക്കില്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അടിസ്ഥാനപരമായി മുന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവനായിരിക്കും സംവരണം കൊടുക്കുക ഇവിടെ. അപ്പൊ ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് അത് കൊണ്ടുവന്നത് ഒരു രാഷ്ട്രീയ ലാക്കാണ്. മാതാ അമൃതാനന്ദമയി RSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അമ്മയ്ക്ക് മുന്നിൽ എല്ലാ മക്കളും സമന്മാരല്ലേ എന്നും അതിൽ LDF, UDF, BJP എന്ന വ്യത്യാസമുണ്ടോ എന്നും AK ബാലൻ ചോദിച്ചു. മന്ത്രിമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയാണ്. അമ്മ സാക്ഷിയുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വേദിയിൽ എല്ലാവരുടെയും അമ്മയായ അമ്മ പങ്കെടുക്കേണ്ടിയിരുന്നോ? അപ്പോഴെങ്കിലും അതൊരു രാഷ്ട്രീയമായ
മോട്ടിവേഷൻ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് തോന്നേണ്ടതല്ലേ? പുരുഷനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സ്ത്രീക്ക് വേണമെന്ന് പറഞ്ഞ അമ്മയാണ് ഇപ്പോൾ നിലപാട് മാറ്റിയതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ വിമാനയാത്ര സംബന്ധിച്ചുള്ള മാതൃഭൂമി വാർത്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 2017 മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലാണ് 2018 മാതൃഭൂമി നുണ വാർത്ത സൃഷ്ടിച്ചത്. പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണത്തിന് പണമില്ലാതെ കേരളം നട്ടംതിരിയുമ്പോൾ മുഖ്യമന്ത്രി പ്രത്യേക വിമാനത്തിൽ മധുരയിൽ പോയതിന് 7.6 ലക്ഷം രൂപ ചെലവാക്കിയെന്നായിരുന്നു മാതൃഭൂമിയുടെ കണ്ടെത്തൽ. സ്വന്തമായി വിമാനമോ ഹെലികോപ്റ്ററോ സംസ്ഥാനത്തിനില്ലെന്നും അവശ്യ സന്ദർഭങ്ങളിൽ വിമാനം ഉപയോഗിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുഖ്യമന്ത്രി നടത്തിയ യാത്രയുടെ പേരിലാണ് ഇപ്പോൾ നുണപ്രചരണം നടക്കുന്നത്. 2017 മധുരയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തതിനെയാണ് 2018 സംഭവിച്ച പ്രളയശേഷമുള്ള ധൂർത്തായി പത്രം ചിത്രീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രണ്ടാം വിമാനയാത്രയും വിവാദത്തിൽ എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. പ്രളയശേഷം പണമില്ലാതെ സംസ്ഥാനം വലയുമ്പോൾ നവംബർ 6 മധുരയിൽ നടന്ന ദളിത് ശോഷൺ മുക്തി മഞ്ചിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി 7,60,000 രൂപ മുടക്കി പോയെന്നായിരുന്നു വാർത്ത. എന്നാൽ ഏതു വർഷമായിരുന്നു പരിപാടി എന്നത് വാർത്തയിൽ ബോധപൂർവം മറച്ചുവെക്കുകയാണ്. 2017 നവംബർ 6 ദളിത് ശോഷൺ മുക്തി മഞ്ചിന്റെ ദേശീയ സമ്മേളനം മധുരയിൽ നടന്നത്. മഹാപ്രളയം കേരളത്തിൽ സംഭവിച്ചത് 2018 പകുതിയോടെയും. കണക്കിലെ ഈ പൊരുത്തമില്ലായ്മ മറച്ചുവെച്ചുകൊണ്ടാണ് നുണപ്രചരണം നടത്തുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. 2018 നവംബർ 6 കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിക്കായി നിർമ്മിച്ച ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് നടന്ന പരിപാടിയെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രം ഇതിന് തെളിവുമാണ്. കഴിഞ്ഞ വർഷം CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തെത്താൻ ദുരിതാശ്വാസ നിധിയിലെ പണം ചെലവാക്കി എന്ന നുണയും വാർത്തയിലുണ്ട്. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് പണം ചെലവഴിക്കുന്നുവെന്ന കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അപ്പോൾ തന്നെ അത് വിലക്കിക്കൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ വിവാദം ഉയർന്നുവന്ന സമയത്ത് തന്നെ പ്രചരണം നടത്തിയ മാധ്യമങ്ങൾ വ്യക്തമായ മറുപടി ലഭിച്ചതോടെ നിശബ്ദരാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സവർണ ലോബികളാണ് ശബരിമല സമരം ആസൂത്രണം ചെയ്തത്. ശബരിമലയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള അവസാന ശ്രമങ്ങളിൽ ഒന്നായിരുന്നു അയ്യപ്പ ഭക്ത സംഗമം. അതെല്ലാവരും സവർണ ലോബികൾ പ്രത്യേകമായി കൂടി അവർ പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം നാമജപത്തിനാണ്. ഇപ്പോഴും കുറെ ആളുകൾ തമ്പ്രാന്മാരും ഞങ്ങളെല്ലാം അടിയാന്മാരുമാണ് എന്ന ചിന്തയിൽ പ്രവർത്തിച്ചാൽ അതിനോട് സഹകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. ഒരു രാജാവ്, ഒരു ചങ്ങനാശ്ശേരി തന്ത്രി, ഈ 3 പേരും കൂടെ തീരുമാനിച്ചത്. ഈ സമരവുമായി അയ്യപ്പനെയും നാമജപവുമായിട്ട് നടന്നപ്പോൾ ഈ പറഞ്ഞ അവർണന ആയ ആളുകളെ എല്ലാം വിളിച്ചൊരു ആലോചിച്ചിട്ടാണ് തുടങ്ങിയത്. ഈ തുടങ്ങി 3 പേരെ കൊണ്ടല്ലേ തുടങ്ങിയത്. തുടങ്ങി അത് മാർക്കറ്റ് ചെയ്ത് നോക്കി ആത്മീയത, അപ്പോൾ ആളിക്കത്തി, അപ്പോൾ എല്ലാം ചേർന്നു. അത് പിന്നെ രാഷ്ട്രീയവൽക്കരിച്ചു. ഇതൊക്കെ ശരിയാണോ? ഈ പൊതുജനം എന്നും കരുതുകയാണെന്ന് ആരും വിചാരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിക്കണം, കേരള ഗവൺമെന്റിന് ഒരു അപജയവും പറ്റില്ല ഈ വിഷയത്തിൽ. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി പരിഗണിക്കുന്നത് നീളും. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം നോക്കി കേസ് പരിഗണിക്കുന്ന തീയതി നിശ്ചയിക്കുമെന്നും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ജനുവരി 30 വരെ അവധിയിലാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഹർജി ഭരണഘടനാ ബെഞ്ച് എപ്പോൾ പരിഗണിക്കും എന്നറിയാൻ വേണ്ടി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറ ചീഫ് ജസ്റ്റിസിന് മുൻപാകെ മെൻഷൻ ചെയ്തപ്പോഴാണ് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ സൌകര്യം അറിയാതെ തീയതി നൽകാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ശബരിമലയിൽ തിരുപ്പതി മാതൃകയിൽ വികസനം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അസാധ്യമെന്ന് തോന്നിച്ച പല പദ്ധതികളും LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വികസന കാര്യത്തിൽ എതിർപ്പുകൾക്ക് വഴങ്ങില്ലെന്നും ധർമ്മടം മണ്ഡലത്തിൽ നടന്ന LDF കുടുംബ സംഗമത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി തീർത്ഥാടകർ എത്തുന്ന ശബരിമലയുടെ വികസനത്തിന് മുന്തിയ പരിഗണനയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമലയിൽ വിമാനത്താവളം തുടങ്ങുന്നതിന് ആവശ്യമായ പ്രാരംഭ നടപടികളും ആരംഭിച്ചു. തിരുപ്പതി മാതൃകയിലുള്ള ശബരിമല വികസനമാണ് ലക്ഷ്യം. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല. വേറെ ചില പരാതികൾ വേറെയുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. തീർത്ഥാടകർക്ക് ഒരു പരാതിയുമില്ല. ശബരിമലയുടെ വികസനം വലിയ തോതിൽ ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്കാണ് സർക്കാർ കടക്കാൻ പോകുന്നത്. ഇപ്പോൾ തിരുപ്പതി മാതൃകയിൽ വലിയ തോതിലുള്ള വികസനം ശബരിമലയിൽ ഉറപ്പുവരുത്തും. ഇതോടൊപ്പം തന്നെ ശബരിമല തീർത്ഥാടകർക്കുള്ള ഇടത്താവള പദ്ധതി അത്
ആരംഭിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്. ദേശീയപാത വികസനം, ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയ ജലപാത, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, കൂടംകുളം വൈദ്യുതി ലൈൻ തുടങ്ങിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടമാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ആരോഗ്യം, പൊതുവിദ്യാഭ്യാസം, കൃഷി, കായിക രംഗം, റെയിൽ ഗതാഗതം, ടൂറിസം തുടങ്ങി എല്ലാ മേഖലകളിലും സാമൂഹ്യനീതിയിൽ ഊന്നിയ സാർവത്രികമായ ക്ഷേമവും വികസനവുമാണ് സർക്കാർ നടപ്പാക്കിയത്. പ്രളയം വന്നത് കാരണമാണ് ചില വികസന പദ്ധതികൾ അല്പം വൈകിയത്. രാജ്യത്ത് ആദ്യമായി പ്രകടന പത്രികയിൽ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച സർക്കാരാണ് കേരളത്തിലെ LDF സർക്കാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 2 ദിവസങ്ങളിലായി ധർമ്മടം മണ്ഡലത്തിൽ 9 കുടുംബയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഒരാൾ പിടിയിൽ. RSS പ്രചാരക് പ്രവീണിനൊപ്പം ദൃശ്യങ്ങളിലുള്ള രാജേഷ് കുമാറാണ് പിടിയിലായത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആനാട് സ്വദേശിയായ അനിയെന്ന് വിളിക്കുന്ന രാജേഷ് കുമാറിനെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ RSS പ്രചാരകൻ പ്രവീണിനൊപ്പം CCTV ദൃശ്യങ്ങളിലുള്ള ആളാണ് പിടിയിലായ രാജേഷ് കുമാർ. തിരുവനന്തപുരത്തും സമീപ ജില്ലകളിലും RSSന് വേണ്ടി ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് രാജേഷ് കുമാർ എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ രാജേഷ് കുമാർ ആനാട്ട വീട്ടിൽ തിരികെ എത്തിയെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രിയോടെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇയാളെ DYSP B അശോകൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. നെടുമങ്ങാട്ടെ CPIM നേതാക്കളുടെ വീട് ആക്രമിച്ച സംഭവത്തിലും തനിക്ക് ബന്ധമുണ്ടെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു. പ്രധാന പ്രതിയായ പ്രവീൺ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്ന് രാജേഷ് പോലീസിനോട് പറഞ്ഞു. RSS പ്രചാരകൻ പ്രവീൺ ഉത്തരേന്ത്യയിലേക്ക് രക്ഷപ്പെട്ടതായിട്ടാണ് പോലീസിന് ലഭിച്ച വിവരം. കേസിലെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് പ്രതികളുടെ ബന്ധുക്കൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയതിനു പിന്നാലെയാണ് കേസിലെ മറ്റൊരു പ്രധാന പ്രതി പിടിയിലായത്. അറസ്റ്റിലായ രാജേഷ് കുമാറിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. കുടിയേറ്റ കർഷകർക്ക് ആശ്വാസവുമായി ഇടുക്കി ജില്ലയിലെ 6000-ലധികം കുടുംബങ്ങൾക്ക് ഉപാധിരഹിത പട്ടയം വിതരണം ചെയ്തു. ഇന്ന് പട്ടയമേള കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനാണ് ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 29-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അറിയിച്ചു. 35 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പട്ടയം ലഭിച്ചപ്പോൾ വാഗ്മൺ വില്ലേജിലെ ജോളിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. വലിയൊരു കാത്തിരിപ്പ്, വളരെ 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 സന്തോഷം തരുന്ന ദിവസമാണ്. അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം നൽകുക എന്ന ഇടത് സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായി നടന്ന മേളയിൽ 6065 പട്ടയങ്ങളും 179 വനാവകാശ രേഖകളും വിതരണം ചെയ്തു. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 29-ന് പ്രത്യേക യോഗം ചേരുമെന്ന് റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ പറഞ്ഞു. 29-ാം തീയതി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ തമ്മിൽ നടത്തിയ ആലോചനയുടെയും ചർച്ചയുടെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്തൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ബന്ധപ്പെട്ടവരുടെ എല്ലാം അത് ഈ വിഷയമല്ല, മറ്റ് ഇവിടത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. കൂട്ടത്തിൽ തീർച്ചയായും ആദിവാസി ഭൂമി വിതരണം ചെയ്യുന്നത് സംബന്ധിച്ചും അതുപോലെ പെരിഞ്ചാംകുട്ടിയിലെ അവിടെ ഇറക്കിവിട്ട ആളുകൾക്ക് അവിടെ ഭൂമി നൽകേണ്ടതിനെ കുറിച്ചുമെല്ലാം ഉറച്ച തീരുമാനമെടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 1000 ദിവസം കൊണ്ട് 1,02,681 കുടുംബങ്ങൾക്ക് ഉപാധിരഹിത പട്ടയങ്ങൾ വിതരണം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. 3 ഘട്ടങ്ങളിലായി ഇടുക്കിയിൽ നടന്ന മേളകളിൽ ആകെ 20,419 കുടുംബങ്ങൾക്കാണ് പട്ടയങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ മന്ത്രി M M മണി അധ്യക്ഷനായിരുന്നു. ജില്ലയിലെ ശേഷിക്കുന്ന പട്ടയ പ്രശ്നങ്ങൾക്കും വൈകാതെ ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം വലിയ പ്രതീക്ഷയാണ് മലയോര ജനതയ്ക്ക് നൽകുന്നത്. കുട്ടിക്കാനം മരിയൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. ആലപ്പാട് കരിമണൽ ഖനനം നിർത്തണമെന്ന ആവശ്യത്തോട് യോജിക്കുന്നില്ലെന്ന് ഷിബു ബേബി ജോൺ. സേവ് ആലപ്പാട് എന്നതാണ് ആവശ്യമെങ്കിൽ യോജിക്കാം, പക്ഷേ കരിമണൽ ഖനനം നിർത്താൻ കഴിയില്ല എന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. സമരത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടലെന്നും സമരം ചെയ്യുന്നവരുടെ സമ്പത്തിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും BMS നേതാവ് പരിമണം ശശി ആരോപിച്ചു. അതേസമയം IRE പൂട്ടിച്ചു കിട്ടിയാൽ ആർക്കാണോ ലാഭം അവരാണ് സമരത്തിന് പിന്നിലെന്നും സീ വാഷിംഗ് നിർത്തിയാൽ IREയും KMML പൂട്ടുമെന്നും സീ വാഷിംഗ് മാത്രം കൊണ്ടാണ് KMML പ്രവർത്തിക്കുന്നതെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടി. വളരെ അതിശയോക്തിപരമായിട്ടുള്ള അവാസ്തവങ്ങളും പ്രചരിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കരിമണൽ മേഖലയിലെ സമരത്തിന്റെ മുദ്രാവാക്യം സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാടാണ്. സേവ് ആലപ്പാട് അല്ലെങ്കിൽ ആലപ്പാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന മുദ്രാവാക്യമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം. പക്ഷേ അവിടെ ഖനനം നിർത്തലാക്കണമെന്ന് പറയുന്നതിന്റെ പിന്നിൽ ആ തീരുമാനത്തിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കും.
ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് കരിമണൽ വ്യവസായം ഇവിടെ ആരംഭിച്ചിട്ട് ഖനനം നടന്നു. ഇന്ന് ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്, അതിന്മേൽ 25,000-ഓളം കുടുംബങ്ങൾ കഴിയുന്നത് ഈ വ്യവസായത്തെ ആസ്പദമാണ്. സ്വർണ്ണാഭരണ വ്യവസായ മേഖലയിലെ കള്ളക്കടത്തും നികുതി വെട്ടിപ്പും തടയാൻ കർശന നടപടി വേണമെന്ന് ജ്വല്ലറി ഉടമകൾ. നികുതി നൽകിയുള്ള സ്വർണ്ണ വ്യാപാരം പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ ബോധവൽക്കരണം സംഘടിപ്പിക്കണം. ബില്ലില്ലാതെ ആഭരണങ്ങൾ വീട്ടിലെത്തിക്കുന്ന മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നും കേരള ജ്വല്ലേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനറും മലബാർ ഗ്രൂപ്പ് ചെയർമാനുമായ MP അഹമ്മദ് പറഞ്ഞു. ഞങ്ങളുടെ ഒരു മനസ്സിലാക്കിയതനുസരിച്ചിട്ട് 70 to 80% അൺഅക്കൗണ്ട് ബിസിനസ്സാണ് നടക്കുന്നത്, നികുതി വെട്ടിപ്പ്. ഇതിൻ്റെ പ്രധാന കാരണം കള്ളക്കടത്ത് സ്വർണം 10% ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. കസ്റ്റമേഴ്സിനോട് സംസാരിക്കും 3% GST ഒഴിവാക്കി കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീടാന്തരം എത്തിക്കുന്ന ഒരു വലിയ മാഫിയകൾ കേരളത്തിൽ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും കുറേ ബംഗാളീസിനൊക്കെ വീട്ടിലിരുത്തി കള്ളക്കടത്തായിട്ട് വരുന്ന സ്വർണം പെട്ടെന്ന് സ്വർണ്ണാക്കി മാറ്റി ആഭരണമാക്കി മാറ്റി എത്തിക്കുക എന്നുള്ളതാണ്. ഇത് പരിശോധിച്ചിട്ട് ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കണം. അതുപോലെ തന്നെ ലാസ്റ്റ് ഉപഭോക്താവിനെ ബോധവൽക്കരിക്കുക. എന്നതിന് ശേഷവും ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശോധനകൾ ഉപഭോക്താവിൻ്റെ അടുത്ത് നടത്തുക. താഴെ മുതൽ മേലെ വരെ ശക്തമായ പരിശോധന, അതെല്ലാ ഏജൻസിനെയും ഉപയോഗപ്പെടുത്തുക. കള്ളക്കടത്ത് നല്ലൊരു ശതമാനം കുറയ്ക്കാൻ പറ്റും. അടുത്ത മാസം 1 മുതൽ താരിഫ് ഓർഡർ നടപ്പാക്കാനുള്ള ട്രായ് തീരുമാനത്തിനെതിരെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പുതിയ താരിഫ് ഓർഡർ കേബിൾ വരിക്കാർക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്നതും കേബിൾ ഓപ്പറേറ്റർമാരുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണെന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുകളുടെ സംയുക്ത സമിതി നേതാക്കൾ പറഞ്ഞു. പുതിയ നിരക്ക് നിയന്ത്രണങ്ങൾ ഈ രംഗത്തെ കുത്തകകളെ സഹായിക്കുന്നതാണ്. ഉപഭോക്താക്കൾക്ക് ദോഷകരമായതും ഓപ്പറേറ്റർമാർക്കും അവരുടെ കീഴിലെ തൊഴിലാളികൾക്കും പ്രതികൂലവുമായ പുതിയ നിയമത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതായും സംയുക്ത സമിതി നേതാക്കൾ പറഞ്ഞു. അതിനാൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 24-ന് രാജ്യമൊട്ടാകെ 24 മണിക്കൂർ സിഗ്നൽ ഓഫ് ചെയ്ത് പ്രതിഷേധിക്കുമെന്നും സംയുക്ത സമിതി ഭാരവാഹികളായ K. വിജയകൃഷ്ണൻ, E. ജയദേവൻ എന്നിവർ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.